നമസ്കാരം. പറമ്പ് ഡോക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നമ്പർ പ്രത്യേക രീതിയിൽ എഴുതി സൂക്ഷിക്കുന്നത് ഗുണം ചെയ്യും. ധനനേട്ടത്തിനും ഇതൊരു മികച്ച വഴിയാണ്. ഇതിനായി ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം. ധനസമ്പാദനത്തിനായി പല വഴികൾ പരീക്ഷിക്കുന്നവരുണ്ട്. ചിലർ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നു, ചിലർ ആചാരങ്ങളെ കൂട്ടുപിടിക്കുന്നു. ഇത്തരം ചിലതനുസരിച്ച് പ്രത്യേക രീതിയിൽ ഒരു നമ്പർ എഴുതി നാം സൂക്ഷിക്കുന്നത് ധനവരവിന് സഹായിക്കും. ഓരോ നമ്പറിനും അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണഫലവും കൂടുതലായിരിക്കും. മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഒരു ഏഞ്ചൽ നമ്പറും ചേർത്ത് എഴുതുന്നതാണ് ഗുണം ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പുറം നാടുകളിലുള്ളവരാണ് ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കുന്നത്. പൂജകളും വഴിപാടുകളും ആവശ്യമില്ലാത്ത ഒരു വഴിയാണിത്. ഓരോ ദേവതമാർക്കും ഓരോ ബീജാക്ഷരമുണ്ട്. ബീജം എന്നത് വിത്താണ്. ഇതിൽ നിന്നാണ് സസ്യമുണ്ടാകുന്നത്. ഇതിനാൽ ബീജാക്ഷരത്തിലൂടെ പണവും നേടാം. മഹാലക്ഷ്മിയാണ് ധനദേവത. ശ്രീം എന്നതാണ് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം എന്നത്. ഓരോരോ ചൈതന്യത്തിനും ഓരോരോ ബീജാക്ഷരമുണ്ട്. ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമായ ശ്രീക്കൊപ്പം ഒരു പ്രത്യേക ഏഞ്ചൽ നമ്പർ കൂടി എഴുതിയാലാണ് ധനനേട്ടമുണ്ടാവുക. ധനവരവിനായുള്ള ഏഞ്ചൽ നമ്പർ മാത്രമാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എഴുതുന്നതിന് തടസ്സമില്ല. എന്നാൽ ബീജാക്ഷരം കൂടി ഉപയോഗിക്കുന്നതിനാൽ കുളിച്ച് ശുദ്ധമായ അവസ്ഥയിൽ എഴുതുക. ഇത് പൗർണമിയിൽ എഴുതാം. കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച. ഈ ദിവസം ചന്ദ്രൻ വലുതായി വരുന്നു. ധനവരവിനെ സൂചിപ്പിക്കാൻ ഈ ദിവസം ചെയ്യുന്നു. കറുത്ത വാവ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും ഇത് എഴുതാം. രാഹുകാലത്തും യമകണ്ഠകാലത്തും എഴുതരുത്. ഇത് കലണ്ടറിൽ ലഭിക്കും. ആ കണക്ക് നോക്കിയും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചെഴുതാം. ഈ നമ്പർ ബേ ലീഫിൽ എഴുതാം. ഇതല്ലെങ്കിൽ ആലിലയിൽ എഴുതാം. ഇവ താഴെ വീണതാകരുത്. ഇതല്ലെങ്കിൽ ലൈനില്ലാത്ത വെള്ള പേപ്പറിൽ, അതായത് പ്ലെയിൻ പേപ്പറിൽ എഴുതാം. ഇലകളിൽ എഴുതുമ്പോൾ പവർ കൂടുതലാണ്. ഇലകളിൽ നാം കടം എന്ന വാക്കൊരിക്കലും എഴുതാൻ പാടില്ല. ഇലയിൽ എഴുതുകയാണെങ്കിൽ ഇതിൽ കീറലുണ്ടാകരുത്. വൈകിട്ട് 6-ന് ശേഷം ആലില പറിക്കരുത്. ഗ്രീൻ മഷിയുള്ള, അതായത് പച്ചമഷി കൊണ്ടാണ് ഇതിൽ എഴുതേണ്ടത്. കാരണം പച്ചയാണ് ധനവരവിനെ സൂചിപ്പിക്കുന്നത്. 2918 എന്നതാണ് ഈ മാജിക് നമ്പർ. ഇത് എഴുതി പേഴ്സിൽ വയ്ക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ പണം വയ്ക്കുന്ന അലമാരിയിൽ വയ്ക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നല്ലതാണ്. നമ്മൾ എഴുതിയ ഈ ഇലയോ പേപ്പറോ പഴകിപ്പോയാൽ ഇത് മാറ്റി പുതിയതായി അല്ലെങ്കിൽ പുതുതായി എഴുതി വയ്ക്കാം. സമയം നോക്കി, ദിവസങ്ങൾ നോക്കി തന്നെ എഴുതണം. മാറ്റുന്ന പേപ്പർ ആരും ചവിട്ടാത്ത രീതിയിലായിരിക്കണം ഇടേണ്ടത്. ആരും ചവിട്ടാത്തിടത്ത് ഇടാൻ സാധ്യമല്ലെങ്കിൽ ഈ പേപ്പറോ ഇലയോ കത്തിച്ചു കളയാം. ഇത് ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നവരല്ല ചെയ്യേണ്ടത്. ഭർത്താവ് ജോലിക്ക് പോവുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ജോലിയില്ലെങ്കിലും എഴുതാം. അതായത് ഒരു വരുമാന സ്രോതസ് ഉണ്ടാകണം എന്നതാണ്. ഇതല്ലാതെ വെറുതെ വീട്ടിലിരുന്ന് നമ്പർ എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. തീർച്ചയായിട്ടും ഇത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് എഴുതേണ്ട ഒരു കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.